നമസ്കാരം. നമ്മൾ കേരളീയർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രത്യേക ലോകത്താണ്. കാരണം പല മലയാള മാധ്യമങ്ങളും ദേശീയ തലത്തിൽ വരുന്ന പല വാർത്തകളും അതിന്റെ വിശദാംശങ്ങളും നമ്മളെ അറിയിക്കാറില്ല. പലപ്പോഴും ദേശീയ ചാനലുകൾ കണ്ടുകൊണ്ടും അല്ലെങ്കിൽ ദേശീയ സൈറ്റുകളൊക്കെ നോക്കിക്കൊണ്ടുമാണ് നമ്മൾ പല കാര്യങ്ങളും അറിയുന്നത് എന്നത് ഒരു സത്യമാണ്. കഴിഞ്ഞ കുറെ കാലമായിട്ട് സത്യം പറഞ്ഞാൽ 2014 നരേന്ദ്രമോദി അധികാരത്തിലേറിയ സമയം മുതൽ തന്നെ ഇതാണ് നമ്മുടെ അവസ്ഥ. പല രാജ്യവിരുദ്ധമായ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. അതൊന്നും നമ്മളെ അറിയിക്കാറില്ല, നമ്മൾ അറിയാറില്ല. അതിന്റെ നിജസ്ഥിതി നമ്മൾ മലയാള മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും നമ്മൾ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും ദേശീയ സൈറ്റുകളും അതുപോലെ തന്നെ ദേശീയ ചാനലുകളും ഒക്കെ നമ്മൾ ധാരാളമായി കാണണം. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. കാര്യങ്ങൾ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും പ്രബുദ്ധ മലയാളിക്ക് ഒരു ബോധ്യം വേണം എന്നുള്ളതാണ്. ആരും കാണാത്ത ഒരു വാർത്തയെക്കുറിച്ച്, നിങ്ങൾ അറിയാത്ത ഒരു വാർത്തയെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ കാണാൻ ഇടയായി. അതായത് മലയാള മാധ്യമങ്ങൾ പറയില്ല, പരമാവധി ഷെയർ ചെയ്ത് ജനങ്ങളെ അറിയിക്കൂ എന്നുള്ള ആഹ്വാനത്തോടെയാണ് ഈ ഒരു പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. മുർഷിദാബാദ് കലാപം, ബംഗാളിൽ നടന്ന മുർഷിദാബാദിൽ നൂറുകണക്കിന് ഹിന്ദുക്കളെ ആക്രമിക്കുകയും ഹിന്ദു വീടുകൾ കത്തിക്കുകയും ക്ഷേത്രങ്ങൾ തകർക്കുകയും ഒക്കെ ചെയ്ത വാർത്ത ഏതാനും മാസങ്ങൾ മുമ്പ് നമ്മൾ അറിഞ്ഞതാണ്. പക്ഷെ അതിന്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ള കാര്യം നമുക്കിപ്പോഴും അത്ര വ്യക്തമല്ല എന്നുള്ളതാണ്. മുർഷിദാബാദ് കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കൊൽക്കത്ത ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിയോഗിച്ച കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത് എന്ന് ഈ പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. മമതാ ബാനർജിയുടെ ബന്ധുക്കളായിരുന്നു പല അക്രമികളും. TMC MLA-യും കൗൺസിലറും പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു കലാപമാണ് ഇത്. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ വ്യാപകമായി അക്രമങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു പാർട്ടിയാണ്, ഭരിക്കുന്ന പാർട്ടിയാണ്. അവർക്കെതിരായ TMC അംഗങ്ങൾക്കും കലാപകാരികൾക്കും എതിരായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കൊൽക്കത്ത ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഹിന്ദുക്കളെ ലക്ഷ്യമാക്കിയ കലാപം മാത്രമായിരുന്നു ഇത്. ഹിന്ദുക്കളെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ചായിരുന്നു ഈ കലാപം പ്ലാൻ ചെയ്തതൊക്കെ തന്നെ. ഹിന്ദുക്കളെ ആക്രമിച്ചു, കൊലപ്പെടുത്തി, കമ്മ്യൂണിസ്റ്റായ ഹിന്ദുക്കളെ പോലും കൊല ചെയ്ത വാർത്ത നമ്മൾ കണ്ടിരുന്നല്ലോ. TMC കൗൺസിലർ മെഹബൂബ് ആലം അക്രമികളുമായി വന്നു, അക്രമം ഏകോപിപ്പിച്ചു. ഒരു പാർട്ടിയുടെ നേതാവും ജനപ്രതിനിധിയുമാണ് അക്രമം ഏകോപിപ്പിക്കുന്നത്, നടപ്പിലാക്കുന്നത്. MLA-യും അക്രമം കണ്ടു ഒന്നും ചെയ്യാതെ തിരിച്ചുപോയി. ഇരകൾ പോലീസിനെ ബന്ധപ്പെട്ടപ്പോൾ പോലീസ് ഒന്നും ചെയ്യാതെ കൈയും കെട്ടി മാറി നിന്നു. അതുപോലെ തന്നെ വെള്ളിയാഴ്ച നമസ്കാരങ്ങൾക്ക് ശേഷം ആക്രമണം നടത്താനായിരുന്നു പ്ലാന്. ഷാഗർഗഞ്ച്, ഹിസൽതല, ഷിയുത്തല തുടങ്ങിയ പ്രദേശങ്ങളിലെ മുഖം മറച്ചു വന്ന അക്രമികളാണ് ഹിന്ദുക്കളെ ആക്രമിച്ചതും കൊന്നതും. അമറുൽ ഇസ്ലാം എന്ന വ്യക്തി ഓരോ വീടും നോക്കി തകർക്കപ്പെടാതെ കിടന്ന ഹിന്ദു വീടുകളും സ്ഥാപനങ്ങളും തീവെച്ച് നശിപ്പിച്ചു. ഗോദ്ര ട്രെയിൻ തീവെപ്പിൽ ജിഹാദികൾ ട്രെയിൻ വാതിലുകൾ പുറത്തുനിന്ന് പൊട്ടിയതുമായി സാമ്യം തോന്നുന്നത് സ്വാഭാവികം. നിരവധി സ്ഥാപനങ്ങളും നൂറുകണക്കിന് വീടുകളും തകർത്തു തീവെച്ചു. ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസോ CPM-ഓ ഇതിനെതിരെ ഒന്നും മിണ്ടിയില്ല. രാഹുൽ ഗാന്ധിക്കോ MA ബേബിക്കോ ഈ കലാപവും കൊലയും പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇസ്ലാമിക ഭീകരരുടെ ശക്തി കോൺഗ്രസ് അടക്കമുള്ള പ്രോ ജിഹാദി പാർട്ടികളുടെ ഈ പിന്തുണയാണ്. ഇസ്ലാമിക ഭീകരത തുറന്നു കാട്ടപ്പെടരുത് എന്ന ഇന്ത്യ മുന്നണിയുടെ അജണ്ട പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മാധ്യമ അജണ്ടകളും പൊളിക്കേണ്ടതുണ്ട്. പോസ്റ്റ് ഷെയർ ചെയ്ത് കൂടുതൽ പേരിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതായത് കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത്. മുർഷിദാബാദ് കലാപം എന്നത് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു സംഭവമല്ല. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ് ഈ കലാപം തുടങ്ങിയത് എന്ന് പറയുന്നു. പക്ഷേ അതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ ഹിന്ദു കൂട്ടക്കൊല തന്നെയായിരുന്നു. 1921 കേരളത്തിൽ നടന്ന തുവൂർ കിണർ കബന്ധങ്ങൾ കൊണ്ട് മൂടിയ ആ സ്ഥിതിയിലേക്ക് ബംഗാളിനെ, മുർഷിദാബാദിനെ, വിവിധ പ്രദേശങ്ങളെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ തൃണമൂൽ കോൺഗ്രസ് MLA-മാരും അതുപോലെ തന്നെ മുസ്ലിം മതഭീകരവാദികളും ചേർന്നൊരുക്കിയ ഒരു കലാപം തന്നെയായിരുന്നു, കൊടും കലാപം തന്നെയായിരുന്നു മുർഷിദാബാദ്. അത് ഇന്ത്യയുടെ അതിശക്തമായ ആഭ്യന്തര മന്ത്രാലയം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ ശക്തമായ ഇടപെടലും ഉണ്ടായതുകൊണ്ട് അത് വലിയ ഒരു കലാപമായി, ഇന്ത്യ മുഴുവൻ കത്തിപ്പെടരുന്ന ഒരു കലാപമായി മാറിയില്ല. അങ്ങനെ മാറണം എന്നായിരുന്നു ഈ കലാപകാരികൾ ആഗ്രഹിച്ചത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ കൊൽക്കത്ത ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളുടെ, ഹൈന്ദവ സമൂഹത്തിന്റെ അവസ്ഥ എത്രത്തോളം ഗുരുതരമാണ്, ഭീകരമാണ് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതേയുള്ളൂ. എല്ലാ കലാപങ്ങൾക്ക് പിന്നിലും, ഇതിനു മുൻപ് NRC CAA വിരുദ്ധ കലാപങ്ങൾക്ക് പിന്നിലും ഒക്കെ തന്നെ ഇത്തരം അജണ്ടകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിനെ തീർച്ചയായിട്ടും ഇപ്പം നരേന്ദ്രമോദി അല്ല, വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയാണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് നമുക്ക് ഭീതിയോടെ, ഭയത്തോടെ മാത്രമേ ചിന്തിക്കാൻ സാധിക്കൂ.